പൊതുസ്ഥാപനങ്ങളുടെയും സേവനദാതാക്കളുടെയും പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകം കണ്ടെത്തിയാൽ ശക്തമായി പ്രതികരിക്കുന്നത് സമൂഹത്തിന്റെ രീതിയാണ്. സമൂഹത്തിന്റെ ഈ പ്രതികരണത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ മിക്ക മാധ്യമങ്ങളും വളരെ ശക്തമായി അതേക്കുറിച്ച് പ്രതികരിച്ചത്. ജനരോഷം മാധ്യമങ്ങളിലെ ഓരോ വരിയിലും അറിയാനുണ്ടായിരുന്നു. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിന് പിന്നിൽ പല ആളുകളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട്. അവർ ചെയ്യേണ്ട കൃത്യം ശരിയായി നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് പല പത്രങ്ങളിലും കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പത്രം ഈ വാർത്ത അറിയിക്കാനായി വീഴ്ച എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് പ്രയോഗിച്ചത്. മറ്റൊരു പത്രത്തിൽ മരണവീഴ്ച എന്നാണ് ശീർഷകം വന്നത്. അനാസ്ഥ കൊണ്ടൊരു ആശുപത്രി കൊല എന്നായിരുന്നു ഒരു പത്രത്തിലെ മുഖപ്രസംഗത്തിന്റെ ആദ്യ വരിയായി കണ്ടത്. ജീവൻ എടുത്ത് അനാസ്ഥ എന്നായിരുന്നു വേറൊരു പത്രം എഴുതിയത്. രക്ഷാപ്രവർത്തനം വൈകിയതിനെക്കുറിച്ചും അവശിഷ്ടങ്ങൾക്കടിയിൽ ഒരു ജീവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരും ഇതിനടിയിൽ പെട്ടിട്ടില്ല എന്നുള്ള പ്രസ്താവന വന്നതും ഇതൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അതുകൊണ്ടാവാം അനാസ്ഥയുടെ 3 നിലകളെന്ന് ഒരു പത്രം എഴുതിയത്. വീണത് കോൺക്രീറ്റിൽ കെട്ടി ഉയർത്തിയ ഒരു കെട്ടിടമല്ല, വിശ്വാസ്യതയാണ് എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. അവിടുത്തെ ശീർഷകം വീണത് വിശ്വാസം എന്നായിരുന്നു. ഒരു പത്രത്തിൽ ഈ അപകടത്തെപ്പറ്റി കണ്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: തകർന്നു വീണത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നാണ് അവിടെ കാണുന്നത്. നിസ്സാരവൽക്കരണം എന്ന പ്രയോഗം യുക്തിസഹമല്ല, അവിടെ നിസ്സാരീകരണം എന്നാണ് വരേണ്ടത്. എന്ന് മാത്രമല്ല, നിസ്സാരം എന്നെഴുതുമ്പോൾ ഒരു സാ പോരാ, സാ ഇരട്ടിക്കണം. ചില വാക്കുകൾ അത് ഇംഗ്ലീഷിലുള്ളതായാൽ പോലും മലയാളത്തിൽ എഴുതുമ്പോൾ അതിന് ഒരു രീതിയുണ്ട്. ഉപയോഗത്തിലൂടെ നമുക്ക് പരിചിതമാകുന്നതാണ് ഈ വഴക്കം. എന്നാൽ മലയാളത്തിന്റെ രീതിയും വഴക്കവുമൊക്കെ തെറ്റിക്കുന്നത് ഇക്കാലത്ത് പതിവായിരിക്കുകയാണ്. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ വന്ന ഒരു വാർത്ത എല്ലാ പത്രങ്ങളിലും കണ്ടിരുന്നു. സാധാരണമായിട്ട് രജിസ്ട്രാർ എന്ന തസ്തികയിലിരിക്കുന്ന ആളിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നാണ് പറയുക. രജിസ്ട്രാറുടെ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നതാണ് മലയാളത്തിന്റെ രീതി. മിക്ക പത്രങ്ങളിലും അങ്ങനെയാണ് കണ്ടത്. എന്നാൽ ഒരു പത്രത്തിൽ വലിയൊരു ശീർഷകം കണ്ടു, രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ എന്ന്. സാധാരണമായി രജിസ്ട്രാറിന്റെ എന്ന് എഴുതാറില്ല, രജിസ്ട്രാറുടെ എന്നാണ് എഴുതേണ്ടത്. രജിസ്ട്രാറിന്റെ എന്നത് മലയാളത്തിന്റെ രീതിയല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങൾ വളരെ രസകരമായിരുന്നു. കേരളയിൽ കൈവിട്ട രാഷ്ട്രീയ നാടകമെന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത്. മറ്റൊരു പത്രത്തിൽ നടപടി പിന്നാലെ അടി, കേരള യുദ്ധം എന്നും ഒരു പത്രം എഴുതിയിരുന്നു. തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം ചിലർക്ക് ജീവൻ നഷ്ടമാകുന്നു, ഏറെ പേർക്ക് പരിക്കേൽക്കുന്നു, ഒരുപാട് പേർ ചികിത്സയിലാകുന്നു. ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി ഒരു പത്രം 1-ാം പേജിൽ ഒരു വലിയ വാർത്ത നൽകി. കടിച്ചു കീറി സാർ എന്നായിരുന്നു അവിടുത്തെ ശീർഷകം. ഈ സാർ എന്ന വാക്ക് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ സർ എന്ന് പറയും. പക്ഷേ മലയാളത്തിൽ നമ്മൾ നേരത്തെ തന്നെ അതിനെ സാർ ആക്കി കഴിഞ്ഞു. കാരണം മലയാളത്തിന്റെ രീതി അതാണ്. മലയാളികൾ സംസാരിക്കുമ്പോൾ സാർ എന്ന് പറയുന്നതാണ് കുറെ കൂടെ സ്വാഭാവികമെന്ന് ഭാഷാ വിദഗ്ധർ പോലും സമ്മതിക്കുന്നുണ്ട്. ജപ്പാനിലെ റിയോ തത്സുഗിയുടെ മെഗാ സുനാമി പ്രവചനം നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയുമായി. ബാബ വാങ്ക എന്നാണ് ജപ്പാനിൽ തത്സുഗി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു മലയാള പത്രത്തിൽ വാർത്ത വന്നപ്പോൾ എന്തൊരു വാങ്കത്തം എന്ന് കണ്ടു. എന്തൊരു വങ്കത്തം എന്നൊക്കെ പറയുന്നതിന് പകരം വാങ്ക എന്ന പേര് വെച്ച് എന്തൊരു വാങ്കത്തം. ഫുട്ബോളിൽ മെസ്സിക്ക് ഇരട്ട ഗോളും ഇന്റർ യാമിക്ക് ജയവും വന്നപ്പോൾ നമ്മുടെ ഒരു പത്രം എഴുതി മെസ്സി ആമി. ഈ ശീർഷകം എടുത്തിട്ട് ശീർഷകം സമർപ്പയാമി എന്നൊക്കെ പറയും പോലെ തോന്നി. ഇതിന് ചുവട് പിടിച്ചാണെന്ന് തോന്നുന്നു കിലിയൻ എംബാപ്പയുടെ ഒരു ബൈസൈക്കിൾ കിക്ക് കൊണ്ടുള്ള ഗോൾ കണ്ട് നമ്മുടെ ഒരു പത്രം എംബംബെ എന്ന് എഴുതുന്നതിന് പകരം അമ്പമ്പോ എന്നെഴുതി. ഫുട്ബോൾ എഴുത്തുകാർക്ക് ഇന്റർ മിലാൻ എന്ന ടീമിനോട് പണ്ടേ വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ കളിയിൽ ജയിച്ചു കയറിയപ്പോൾ ഒരു പത്രം എഴുതി ഇന്റർ ദ ഡ്രാഗൺ. പഴയ ബ്രൂസ്ലിയുടെ സിനിമയുണ്ടല്ലോ എന്റർ ദ ഡ്രാഗൺ, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇന്റർ ദ ഡ്രാഗൺ എന്ന് എഴുതിയിരുന്നു. ഈയിടെ ബ്രസീൽ ക്ലബ്ബ് ഇതേ ടീമിനെ തോൽപ്പിച്ചപ്പോൾ അവിടെ കണ്ടത് മറ്റൊരു തരത്തിലുള്ള ശീർഷകമായിരുന്നു. ഷാർലറ്റിൽ ലാറ്റിൻ രാവ് എന്നായിരുന്നു കണ്ടത്. എല്ലാ എഴുത്തിലും എന്ന പോലെ സ്പോർട്സ് എഴുത്തിലും ഒരല്പം യുക്തിയും മര്യാദയൊക്കെ ഉണ്ടായാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഇത് പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചു. ശുഭ്മാൻ ഗില്ലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അതുകൊണ്ട് തന്നെ ശുഭ്മാനുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങൾ പലയിടത്തും കണ്ടിരുന്നു. ശുഭം ഇന്ത്യ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. ശുഭാകാശം എന്നൊരു ശീർഷകവും കണ്ടിരുന്നു. അതിനിടെ മറ്റൊരു പത്രത്തിൽ കിടക്കുന്ന ഒരു ശീർഷകം ഗിൽ തോ പാഗൽ ഹേ എന്ന്.
പഴയ ഒരു ജനപ്രിയ സിനിമയുടെ പേര് ഓർത്തുകൊണ്ട് എഴുതിയതായിരിക്കും. പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കളിക്കാരൻ പാഗൽ ഹേ എന്ന് പറയുമ്പോൾ ആ അർത്ഥം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ പത്രത്തിൽ എഴുതുമ്പോൾ അർത്ഥമൊക്കെ ആര് നോക്കുന്നു?